നമുക്ക് സന്തോഷിക്കാൻ മദ്യം വേണ്ട. ഹല്ലേലൂയ. നമുക്ക് സന്തോഷിക്കാൻ ലഹരി വേണ്ട എന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറയാമോ? ആമേൻ. നമുക്ക് സന്തോഷിക്കാൻ ക്ലബ്ബ് വേണ്ട, DJ പാർട്ടി വേണ്ട. യേശുവിലൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒന്ന് മതി. ആമേൻ. ജനം സന്തോഷിക്കും. ഹല്ലേലൂയ. അനുഭവത്തിൽ നിന്നാ പറയുന്നേ. 2023 നവംബർ മാസത്തില് ആശുപത്രി കിടക്കയിൽ ഡെങ്കു ബാധിച്ച് ആന്തരിക അവയവങ്ങളെല്ലാം ബാധിച്ചു. H1AC എന്ന് പറയുന്ന ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യുന്ന, അതായത് 3 മാസത്തെ ആവറേജ് എടുക്കുന്ന ടെസ്റ്റ് നടത്തിയപ്പോൾ ഡയബറ്റിക് പേഷ്യന്റ് ആണെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞു. അതോടെ ജീവിതത്തിലെ സ്വപ്നങ്ങളെല്ലാം അസ്തമിച്ചു എന്ന് മനസ്സിൽ കരുതിയപ്പോഴും എന്റെ മനസ്സെന്നെ കൈവിട്ടപ്പോഴും എന്നെ കൈവിടാതെ വണ്ണ ആശുപത്രി കിടക്കയിൽ തേടി വന്നൊരു ദൈവത്തിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചപ്പോ ആ ദൈവത്തിൽ നിന്ന്, ആ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഉയർന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതെനിക്ക് ഒതുക്കി വെക്കാൻ പറ്റിയില്ല. മോണിറ്റർ കുറച്ചും കൂടെ ഒന്ന് തരാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ന് ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്നപ്പോ, ഓക്കെ, പ്രൈസ് എന്ന് പറയുന്ന എലവേഷൻ വർഷിപ്പ് US-ലുള്ള ഒരു ക്രിസ്ത്യൻ ബാൻഡാണ്. അവരുടെ പാട്ട്, എനിക്ക് ഈ ഫാസ്റ്റ് പാട്ടുകൾ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. ഈ അടിച്ചുപൊളി പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒട്ടുമേ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. എനിക്കിവിടെ ഇപ്പൊ പാടിയ പരിശുദ്ധൻ മഹോന്നത ദൈവൻ, അതിലെ ആ കോറസ് ഒക്കെ പാടുമ്പോ രോമാഞ്ചമാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനത്തെ ഒരാളായിരുന്നു ഞാൻ. പക്ഷേ അന്ന് യാദൃച്ഛ്യമായിട്ട് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ കിട്ടുന്നു, ഈ പാട്ടൊന്ന് കേൾക്ക്. എനിക്ക് ഈ പാട്ടുള്ള കാര്യം അറിയാം, പക്ഷെ എനിക്ക് കേൾക്കുന്നതിന് വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ആശുപത്രി കിടക്കയിലിരുന്നു കൊണ്ട് ഞാനത് കേൾക്കുന്നു. ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. അന്ന് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, കാരണം ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഫുള്ള് കിടപ്പാ. ഹല്ലേലൂയ. ഹാർട്ട് റേറ്റ് കുറവാ, 70 താഴെയാ. പ്ലേറ്റ്ലെറ്റ് കൗണ്ടും 40,000 താഴെ പോയിരിക്കുക. മൊത്തത്തിൽ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചപ്പോഴും ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ചു. കാരണം എനിക്കൊന്നറിയാം, വിളിച്ച ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. ഞാൻ അന്ന് ഓൺലൈൻ ചർച്ചില്, ഞങ്ങളുടെ ചർച്ചിലെ സർവീസ് അറ്റൻഡ് ചെയ്യാറ്. ഞാൻ നോക്കിയപ്പോ 70, 60 വയസ്സുള്ള അമ്മച്ചിമാര് തുള്ളി ചാടി ദൈവത്തെ ആരാധിക്കുക. ഹല്ലേലൂയ. സ്ഥലം മറന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ടപ്പോ എനിക്കൊരു അസൂയ തോന്നിട്ട് ഞാൻ കർത്താവിനോട്, വിലാപങ്ങളുടെ പുസ്തകം എന്ന് പറഞ്ഞ പുസ്തകം ഉള്ളതുപോലെ ഞാൻ ദൈവത്തോട് പെറുപെറുത്തു, കർത്താവെ എനിക്ക് വയസ്സ് 20 സംതിങ്ങേ ആയുള്ളൂ, പക്ഷെ കർത്താവ് ഞാൻ ഇതവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക, പക്ഷെ അമ്മച്ചിമാർ ഇവിടെ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുക. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദാവീദിനെ പോലെ പൂർണ്ണ ശക്തിയിൽ എന്റെ പൂർണ്ണ ആരോഗ്യത്തോടെ എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ, എനിക്ക് ആരാധിക്കുവാൻ ഒരവസരം തരണമെന്ന് പ്രാർത്ഥിച്ച അന്ന് മുതൽ എന്റെ ശരീരത്തിൽ മാറ്റം വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ആഴ്ചകൾ കൊണ്ട് വ്യത്യാസം വരാതിരുന്ന സ്ഥാനത്ത് ആരാധിക്കുവാൻ ഒരുവൻ മനസ്സ് കാണിച്ചപ്പോൾ സ്വർഗം തുറന്നുവെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ഇതിനകത്ത് ആരാധിക്കുവാനെ കൊതിയുള്ളവരുണ്ടോ? ആരാധിക്കുവാൻ ഉന്മേഷമുള്ളവരുണ്ടോ? ആരാധിക്കുവാൻ ദാഹിക്കുകയും വിശക്കുന്നവരുണ്ടോ? നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുവാൻ സ്വർഗത്തിലൊരപ്പൻ നിനക്കുണ്ട്. ഹല്ലേലൂയ. അന്ന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയ പാട്ടാണ് സ്തുതി. ഇന്ന് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കി. ഇന്നലെ വരെ 9 ലക്ഷത്തി സംതിങ് പേര് അത് യൂട്യൂബിൽ കേട്ടുള്ളൂ. ഇന്ന് ഞാൻ യൂട്യൂബ് തുറന്ന് നോക്കിയപ്പോ 1 മില്യൺ, 10 ലക്ഷം പേര് ആ സോങ് ഇന്ന് കേട്ടിരിക്കുക. ഹല്ലേലൂയ. ഹലാലിന് വേണ്ടി ദൈവം ഒരുക്കിയതാ 1 മില്യൺ. പ്രൈസ് ഗോഡ്. പാട്ട് പഠിച്ചിട്ടില്ല, ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന അതുപോലും കീബോർഡിൽ വായിക്കാൻ അറിയത്തില്ല. പാട്ട് പഠിക്കാൻ പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ വെച്ച്, എനിക്ക് പാട്ട് ഉണ്ടാക്കണമെന്ന് പണ്ട് ഒത്തിരി ആഗ്രഹമാണ്, പക്ഷെ ഞാൻ കളഞ്ഞതാ, കാരണം നടക്കത്തില്ല. ഗിറ്റാർ പഠിക്കാൻ പോയപ്പോ കൈ ഭയങ്കര വേദന. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ പോലും പഠിപ്പിക്കുന്നത്, സരിഗമ പഠിച്ച് മടുത്തു. അതുകൊണ്ട് എല്ലാം പകുതി വഴിക്ക് വിട്ടു. പക്ഷേ ദൈവം നീതിമാന്റെ ഹൃദയങ്ങളുടെ വിചാരങ്ങളെ മറക്കാത്തവൻ, അത് നടത്തി തരുന്ന ഒരു ദൈവമാണ്. ഞാൻ മറന്നു, പക്ഷെ എന്റെ ദൈവം മറന്നില്ല. ഒരു ആശുപത്രിക്കകത്ത് കയറ്റിയിട്ടാണെങ്കിൽ ദൈവം എന്നെ പാട്ടുണ്ടാക്കുന്നവനാക്കി തീർത്തു. പാട്ട് പഠിക്കാത്ത ഞാൻ ഇറക്കിയ പാട്ട് ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ 80 ലക്ഷത്തോളം വ്യക്തികൾ കേട്ടോ, യൂട്യൂബിൽ 10 ലക്ഷം പേര് കേട്ടു. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, അഭിഷേകം ഒരുവന്റെ മേൽ കടന്നു വന്നാൽ നമ്മൾ ബിഗ് സീറോയാ, പക്ഷെ ദൈവം വലിയവനാ. ഹല്ലേലൂയ. നമ്മൾ ആരും ഒന്നുമല്ല, ബിഗ് സീറോയാ, പക്ഷെ ദൈവം വലിയവൻ, അവൻ ഉന്നതനാ. ആമേൻ. അങ്ങനെയെങ്കിൽ ഒന്ന് ചാടി എഴുന്നേൽക്കാം. നമുക്ക് ആ ദൈവത്തെ, സ്തുതി എന്ന ഗാനം പാടി ഒന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. പാട്ടിന്റെ വരികളൊക്കെ വളരെ സിമ്പിളാണ്. കുറച്ച് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളം വലിയ പിടിയില്ല, അപ്പൊ ഉള്ള മലയാളത്തിലൊക്കെ എഴുതിയ പാട്ടാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ പോലെയുള്ള ഞങ്ങളുടെ തലമുറക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട് എഴുതിയ ഒരു പാട്ടാണ് സ്തുതി. നമുക്ക് ആ ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. സ്തുതി. ശക്തിയോടെ കരം ചേർത്തടിച്ച ദൈവത്തിന് ഒരിക്കൽ കൊടുക്കുന്ന മഹത്വം കൊടുക്കാവോ? ശക്തിയോടെ. ഹല്ലേലൂയ. ജീവനുള്ള സകലതും
സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ ജീവനുള്ള സകലതും സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. താഴ്വരയിൽ സ്തുതിക്കും, പർവ്വതത്തിൽ സ്തുതിക്കും, ഉറപ്പുള്ളപ്പോൾ സ്തുതിക്കും, സംശയത്തിലും സ്തുതിക്കും, കൂട്ടത്തിൽ സ്തുതിക്കും, ഒറ്റയ്ക്കും സ്തുതിക്കും. കാരണം ശത്രുവിനെ മുക്കും പെരുവെള്ളമത്ര എന്റെ സ്തുതി. ചേർന്നെന്നിൽ എന്നിൽ ജീവനുള്ള നാടെല്ലാം സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി തോന്നുമ്പോൾ സ്തുതിക്കും, തോന്നാത്തപ്പോഴും സ്തുതിക്കും. എല്ലാ നാളും തോന്നണമെന്നില്ല, പക്ഷെ എങ്കിലും സ്തുതിക്കും. എല്ലാ നാളും സ്തുതിക്കും, അങ്ങിപ്പോഴും പ്രവർത്തിക്കുന്നു. സ്തുതി വെറും ശബ്ദമല്ല, സ്തുതി എന്റെ ആയുധം. യെരിഹോ മതിൽ തകർക്കും അഭിഷക്തി അത്ര എന്റെ സ്തുതി. എന്നിൽ ജീവനുള്ള നാടെല്ലാം സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യട്ടെ. പ്രഖ്യാപിക്കാമോ? ഞാൻ മിണ്ടാതിരിക്കില്ല, ദൈവം ജീവിക്കും. എങ്ങനെ ഞാൻ മറക്കാൻ പറ്റുന്നില്ല. മിണ്ടാതിരിക്കില്ല, ദൈവം ഓ എങ്ങനെ ഞാൻ മറക്കും. സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യട്ടെ. പരമധികാരിയെ സ്തുതിക്കുന്നേ, വാഴുന്നോനെ സ്തുതിക്കും, മരണത്തെ ജയിച്ചെഴുന്നേറ്റോനെ സ്തുതിക്കുന്നേ, വിശ്വസ്തനെ സ്തുതിക്കുന്നേ, സത്യവാനെ സ്തുതിക്കും. അങ്ങേപ്പോൾ ശേഷം വേറാരുമില്ലേ. പരമധികാരിയെ സ്തുതിക്കുന്നേ, വാഴുന്നോനെ സ്തുതിക്കും, മരണത്തെ ജയിച്ചെഴുന്നേറ്റോനെ സ്തുതിക്കുന്നേ, ഓ വിശ്വസ്തനെ സ്തുതിക്കും, സത്യവാനെ സ്തുതിക്കും. അങ്ങേപ്പോൾ ശേഷം സ്തുതി ചെയ്യട്ടെ. പ്രഖ്യാപിക്കാമോ? ഞാൻ മിണ്ടാതിരിക്കില്ല, ദൈവം ജീവിക്കും. എങ്ങനെ ഞാൻ മറക്കും. ഞാൻ മിണ്ടാതിരിക്കില്ല, ദൈവം ജീവിക്കും. എങ്ങനെ ഞാൻ മിണ്ടാതിരിക്കില്ല, ഓ ദൈവം ജീവിക്കും. എങ്ങനെ പ്രഖ്യാപിക്കാമോ? ഞാൻ മിണ്ടാതിരിക്കില്ല, ദൈവം ജീവിക്കും. എങ്ങനെ ഞാൻ മറക്കും. സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി ചെയ്യട്ടെ. മനമേ സ്തുതി